36-47 കഴിഞ്ഞ കുറെ അധികം സമയമായി ഹരിയാനയിലെ ആ കണക്ക് ഏതാണ്ട് അവിടെ തന്നെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ അവിടെ ഹരിയാനയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണം. ഉടൻ റിപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഒന്നുണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട് വളരെ പെട്ടെന്ന്. എന്താണ് ഗ്രൗണ്ടിൽ നടക്കുന്നത്? അവിടെ ലോക്കൽ വിജയകുമാറിന്റെ സ്വന്തം ലോക്കൽ അവിടെ എന്ത് ചെയ്യുന്നു നമുക്കറിയണം. കാര്യം ഇപ്പോൾ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ 90 സീറ്റുകളുള്ള നിയമസഭയിൽ 47 ഇടത്ത് BJP ലീഡ് ചെയ്യുന്നു. 36 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ വ്യക്തമായ ലീഡ് BJPക്ക് ഉണ്ട്. എന്നാൽ പല മണ്ഡലങ്ങളിലും ലീഡ് 1000 വോട്ടിന് താഴെയാണ് അല്ലേ? അതുകൊണ്ട് എന്തും സംഭവിക്കാം. അപ്പോൾ നിതിൻ അംബുജൻ വളരെ വേഗത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് എന്താണ് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു അല്ലേ? പറഞ്ഞാൽ നിതിന്റെ ആരോഗ്യത്തിന് കൊള്ളാം അല്ലേ? ഇന്ന് നമുക്ക് പറയാനുള്ളൂ. അപ്പൊ PCR പ്ലീസ് നോട്ട്. ഹരിയാനയിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഹരിയാനയിൽ ഇപ്പോൾ അട്ടിമറികൾ സംഭവിക്കുന്നില്ല. ഹരിയാനയിൽ BJPയുടെ ഭരണ തുടർച്ചയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന സംശയം തന്നെ ഇപ്പോൾ ഉണ്ടാവുന്നു. കൃത്യമായി 36-47 എന്ന് പറയുന്നത് ഏത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും വോട്ടെണ്ണൽ തുടങ്ങി 3-ാം മണിക്കൂർ വരുന്ന ഈ ഫലം ഏതാണ്ട് സ്റ്റേബിൾ ഫലമാവേണ്ടതാണ് സ്വാഭാവികമായും. പക്ഷേ അതിൽ സംശയം ഉണ്ടാവാനുള്ള കാരണം 17 റൗണ്ടുള്ള ഹരിയാനയിൽ ഇപ്പോഴും 5-6 റൗണ്ടുകൾ മാത്രമേ എണ്ണിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പകുതി പോലും എണ്ണിയിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു സംശയം ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ഇതിൽ വലിയ മാറ്റിമറിയലുകൾക്ക് ചാൻസ് ഉണ്ടോ എന്ന സംശയം ഉണ്ടാവാനുള്ള കാരണം അവിടെ എണ്ണുന്നതും അപ്ഡേഷൻ വളരെ പതിയാണ്. ഇപ്പോൾ വരുന്ന 36-47 എന്ന് പറഞ്ഞ ഈ കണക്ക് കുറേ അധികം സമയമായി അങ്ങനെ നിൽക്കുകയുമാണ്. ഏതായാലും മാറ്റം ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് കാരണമാണ് എന്തെങ്കിലും മാറ്റിമറിയലുകൾ ഉണ്ടാകുമോ എന്ന സംശയത്തിന് കാരണം. അങ്ങനെ വളരെ നോർമൽ കോഴ്സിൽ സാധാരണ സ്പീഡിലാണ് വോട്ട് അവിടെ എണ്ണുന്നതെങ്കിൽ സാധാരണ തെരഞ്ഞെടുപ്പിൽ ഇതിനോടകം തന്നെ BJP ഭരണം ഉറപ്പിച്ചു എന്ന് പറയേണ്ടതാണ് ഈ റിസൾട്ട് വെച്ച്. നിതിൻ അംബുജൻ ഗ്രൗണ്ടിലുണ്ട്. നിതിൻ ഗ്രൗണ്ടിൽ എന്ത് സംഭവിക്കുന്നു? നിതിൻ പറയൂ. നിതിൻ അംബുജൻ പറയൂ, കേൾക്കുന്നുണ്ട്. റോഹ്തക്കിലുള്ള കോൺഗ്രസ് ഓഫീസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും പ്രവർത്തകരെല്ലാം തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ജനവിധി എന്താകുമെന്നുള്ളത്. സംഖ്യകൾ ഇങ്ങനെ മാറി മറിയുന്നു. ഇപ്പോൾ കോൺഗ്രസ് 38 എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം. ആ സംഖ്യകൾ ഇങ്ങനെ മാറി മറിയാം. കാരണം പല കൗണ്ടിംഗ് സ്റ്റേഷനിലും ഇപ്പോൾ ഏതാണ്ട് 5 അല്ലെങ്കിൽ 6 റൗണ്ട് മാത്രമേ എണ്ണിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ റൗണ്ടുകൾ എണ്ണാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്ത് ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരടക്കം ഉള്ളത്. അത്തരമൊരു വികാരം എന്തായാലും ഈ കോൺഗ്രസ് ആസ്ഥാനത്ത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്രയേറെ അനുകൂല ഘടകമുണ്ടായിട്ടും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും അത് കൃത്യമായ രീതിയിൽ തന്നെ കോൺഗ്രസ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഫലസൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്ന നൽകുന്ന സന്ദേശം. കാരണം ആദ്യഘട്ടത്തിൽ 60-ന് മുകളിലേക്ക് ലീഡ് ചെയ്ത കോൺഗ്രസ് പിന്നീട് കൊടുന്നേരെ 30-ലേക്ക് താഴ്ന്നു. പക്ഷേ BJP അവിടെ 40-ന് മുകളിലേക്ക് പോയി ഇപ്പോൾ കേവല ഭൂരിപക്ഷം മറികടന്നു എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും 2014-ലും 19-ലും ഉണ്ടായ BJPക്കുണ്ടായ അതേ ഊർജ്ജം തന്നെയാണ് ഇപ്പോഴും ഈ BJPയുടെ ഈ സംഖ്യകൾ ഉയരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷേ കോൺഗ്രസ് നേതാവ് ഭൂപേന്ദ്ര ഹൂഡ അല്പസമയം പ്രതികരിച്ചിരുന്നു. ഗ്രൗണ്ടിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കുന്ന വിവരം കോൺഗ്രസ് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത്തരം വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വമെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി കോൺഗ്രസ് യഥാർത്ഥത്തിൽ വലിയ കോൺഗ്രസിനെ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് കൊണ്ടുപോകാതെ BJP ശക്തമായ സാന്നിധ്യമായി തന്നെ നിലനിന്നതാണ് ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുഖമാറ്റിയുള്ള ഒരു പരീക്ഷണം അത് ഒരുപക്ഷെ വിജയിച്ചു എന്ന് BJP കണക്കാക്കുന്നു. എന്തായാലും BJP ക്യാമ്പുകളും ഇപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഇപ്പോൾ കേവല ഭൂരിപക്ഷം മറികടക്കുന്ന സംഖ്യയിലേക്ക് എന്തായാലും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് BJP ക്യാമ്പുകൾ വെച്ചു പുലർത്തുന്ന ആത്മവിശ്വാസം. എന്തായാലും കോൺഗ്രസിന്റെ അടക്കമുള്ള ആത്മവിശ്വാസങ്ങളെല്ലാം തന്നെ തകരുന്ന ഒരു ജനവിധിയാകും എന്തായാലും ഹരിയാനയിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അത്രയേറെ ട്വിസ്റ്റുകളാണ് കഴിഞ്ഞ അരമണിക്കൂറിനകം തന്നെ ഹരിയാനയിൽ സംഭവിച്ചത്. എന്തായാലും വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന കോൺഗ്രസ് ക്യാമ്പുകളെല്ലാം ഇപ്പോൾ ആഘോഷങ്ങൾ നിർത്തി ഇങ്ങനെ ജനവിധി എന്താകുമെന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ വസതിക്ക് മുന്നിലുണ്ടായ കാഴ്ച. രാവിലെ 7 മണിക്ക് മുതൽ തന്നെ പ്രവർത്തകർ ഒഴുകിയെത്തിയ ഒരു ഭൂപേന്ദ്ര സിംഗിന്റെ വസതിക്ക് ഒഴുകിയെത്തിയ പ്രവർത്തകർ പിന്നീട് ഭൂപേന്ദ്ര സിംഗ് അവിടെ നിന്നും ഓഫീസിലേക്ക് വന്നപ്പോൾ തന്നെ ആ വീട് മൊത്തം കാലിയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ ആത്മവിശ്വാസത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാം തന്നെ ഇപ്പോൾ നിരാശ എന്തായാലും മുഖത്ത് പ്രകടമാണ്. പക്ഷേ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയും കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. ആളമുട്ടിയ ചേര നമ്മൾ കുറെ കാലമായിട്ട് ചേര കാണാൻ കുട്ടി ചോദിക്കുന്നു, ആഷ്മി ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ ചോദിക്കുന്നു. ഒരു സൂറ ആശ്രോത് പറയുന്നു, ഒരു ബ്രേക്ക് ഇടോ, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണോ. പെട്ടെന്ന് പോയിട്ട് വാ.
ഒരു അപ്പോഴത്തേക്കൊന്നും സംഭവിക്കുന്നില്ല. ഒന്നും സംഭവിക്കില്ല. ഇവിടെ കുറെ നേരമായിട്ട് ഒരുപോലെ നിൽക്കുക കാര്യങ്ങൾ. ഇങ്ങനെ നിൽക്കും. ഒരാൾ ഒന്നും കഴിഞ്ഞ സംഭവിക്കില്ല. അരമണിക്കൂറായി എസ് കെ നിൽക്കുക. അങ്ങനെ പറയരുത്. അങ്ങനെ നോക്കുമ്പോൾ 49ലേക്ക് BJP ഉയർന്നു, 90 ആകെ 90 BJP, 49 കോൺഗ്രസ്. അദ്ദേഹം പോയിട്ട് വരട്ടെന്നേ വിജയകുമാർ. പോയിട്ട് വാ. പിന്നെ പിടിച്ചു നിർത്തുക. അതെ, പിന്നെ പിടിച്ചു നിർത്തുക. ക്രൂരൻ, you are a cruel man. അല്ല, പോകുന്നതിന് മുമ്പ് ഫൈനൽ ടാലി ഒന്ന് പറഞ്ഞു. ഫൈനൽ ടാലി പറയാം. ഹരിയാന ആകെ സീറ്റ് 90, BJP 49, കോൺഗ്രസ് 35, JJP 0, INLD 1, അത് 5. ഇനി കാശ്മീർ വേഗം പോട്ടെ. ടോട്ടൽ സീറ്റ് 90, ഇന്ത്യ 47 BJP 28, PDP 5, ആം ആദ്മി പാർട്ടി 0, മറ്റുള്ളവർ 10. SK താഴെ ഇന്ത്യ സഖ്യത്തിന്റെ ടാലി 47ലേക്ക് താഴ്ന്നുണ്ടോ SK? കുറച്ച് പ്രശ്നം. കുറച്ച് പ്രശ്നം. 46 ആണ് കേവലം. 47 സമാധാനക്കേട് ഉണ്ടാവും. ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല അവസ്ഥയാണ് അവിടെ. സാധ്യത താഴ്വരയിൽ കാണുന്നുണ്ട്. 47ലേക്ക് 47ഉം ഗവർണറുടെ 5ഉം ലഫ്റ്റനന്റ് ഗവർണർ 5ഉം കൂടെ ചേർത്താൽ ഇപ്പൊ 52ആയി. ഇല്ല, ഇല്ല, ഇന്ത്യ സഖ്യത്തിനാണ്. സോറി ഇന്ത്യ സഖ്യത്തിന് BJP 28ഉം 25 ഒന്നും ഇപ്പൊ കാര്യമില്ല. പിന്നെ സ്വതന്ത്രന്മാര് 10 ചേർന്നാലും വലിയ കഥ ഉണ്ടാവും. ഈ 47 കോൺഗ്രസിന് 8 മാത്രമേ ഉള്ളൂ SK. ബാക്കി നാഷണൽ കോൺഫറൻസിനാണ്. അപ്പൊ അവരുടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ ഉമർ അബ്ദുള്ള. അല്ല, ജയിച്ചാൽ ജയിച്ചാൽ നമ്മൾ ആരെയും പ്രവചിക്കുന്നില്ല. BJPക്ക് ഈ എന്താണ് ജമ്മു മേഖല സംശയം വാർത്തകൾ തന്നുകൊണ്ടിരുന്ന നമ്മുടെ ലോക്കൽ ഉറങ്ങിയോ? ഇത് തന്നെയാണ് കണക്ക്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 45 മുതൽ 52 വരെയാണ് ലോക്കൽ കണക്കുകൾ മാറി മറിയുന്നത്. കോൺഗ്രസ് BJPക്ക് 45 മുതൽ 52 വരെ പല ലോക്കൽ റിപ്പോർട്ടുകളും, കോൺഗ്രസിന് 30 മുതൽ 35 വരെ അങ്ങനെ നിൽക്കുകയാണ് കുറച്ച് സമയമായിട്ട്. അതിൽ മാറ്റമില്ല. അതുകൊണ്ടാണ് ഞാൻ ലോക്കലുകളെ വിളിക്കാത്തത്. സ്ക്രീനിൽ ഇപ്പൊ കാണാം 3000-ൽ താഴെ ലീഡുള്ള 40 മണ്ഡലങ്ങൾ ഹരിയാനയിൽ. 40 മണ്ഡലങ്ങൾ 3000-ൽ താഴെ, 1000-ൽ താഴെ 9 മണ്ഡലങ്ങൾ. അതിൽ 6 BJP ആണ് മുന്നിൽ. 5000-ൽ താഴെ ലീഡുള്ള 56 മണ്ഡലങ്ങളുണ്ട്. 5000-ൽ താഴെ ലീഡുള്ള 56 മണ്ഡലങ്ങൾ ബാക്കിയാണ് സ്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൊത്തം 17 റൗണ്ടുള്ള ഹരിയാനയിൽ ഇപ്പോൾ 5-6 റൗണ്ട് എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ ഉള്ള കണക്കാണിത്. അത് കാരണം മാറിമറിയലുകൾക്ക് ഇനിയും പ്രസക്തി ഉണ്ട് എന്ന് തന്നെ പറയുകയാണ് ഈ കണക്കുകൾ. ചില മണ്ഡലത്തിൽ 12 ഒക്കെ ഉള്ളൂ റൗണ്ടുകൾ. അല്ല, ഒരു ആവറേജ് 17 ഉണ്ട്. ആവറേജ് 17 ഇല്ല. 13 റൗണ്ടാണ് ശരാശരി വോട്ടെണ്ണൽ റൗണ്ട്. 13-ൽ 5ആണെങ്കിലും 5000 ഒക്കെ ഈ ചതുഷ്കോണ മണ്ഡലങ്ങളിൽ മറിയാൻ സാധ്യതയില്ല. 1000-ൽ കുറവുള്ള മണ്ഡലങ്ങളുടെ കണക്കാണ് അതിൽ ക്രൂഷ്യൽ ആകാൻ പോകുന്നത്. 5000-ൽ താഴെ ലീഡുള്ളത് 56 മണ്ഡലങ്ങളാണ്. 1000-ൽ താഴെ 9 മണ്ഡലങ്ങളേ ഉള്ളൂ. 3000-ൽ താഴെ ലീഡുള്ളത് 40 മണ്ഡലങ്ങളങ്ങൾ. അതാണ് കണക്ക്. എന്തായാലും മത്സരം നടക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കറിയാം. ഒന്നും അറിയില്ല. എന്തായാലും ആപ്പിൾ പോയി. അപ്പോൾ സാറില്ല. 49 SK ഏറ്റവും ഒടുവിൽ കണക്ക് പ്രകാരം 49 BJP, 35 കോൺഗ്രസ്, INLD 1-ലേക്ക് വന്നു. JJP വട്ടപൂജ്യമാണ്, മറ്റുള്ളവർ 5 ആണ്. ഇവിടെ ഹരിയാനയിലെ കണക്ക് മാത്രം ഇങ്ങനെ മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്ക് ബോറടിക്കുന്നു. എന്തെങ്കിലും അവരുടെ ബോർഡി മാറ്റാൻ എന്താ മാർഗം ഡെവലപ്മെന്റ് വരുന്നില്ല എന്നുള്ള പ്രശ്നം. കുറെ അധികം ഹരിയാനയിലെ അങ്ങനെ സ്റ്റക്കായി നിൽക്കുക. പക്ഷേ ഈ 49ലേക്ക് മാറിയോ ഹരിയാന? BJP 49, കോൺഗ്രസ് 35 അല്ലേ? മറ്റുള്ളവർ 5. അപ്പൊ ഇപ്പൊ സ്ക്രീനിൽ കാണാം, ഹരിയാന വ്യക്തമായിട്ട് കാണാം. ആകെയുള്ള സീറ്റുകൾ 90. അതിൽ BJP 49 ഇടത്ത് ലീഡ് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ BJP അവിടെ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത തെളിയുന്നു. 49 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. 35 ഇടത്തേക്ക് കോൺഗ്രസ് ചുരുങ്ങുന്നു. ആദ്യം ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ ആവേശമൊക്കെ പോയി അല്ലേ? കോൺഗ്രസ് ആസ്ഥാനത്ത് ചിരിമങ്ങി, പടക്കങ്ങൾ കെട്ടു, ലഡുക്കൾ മടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ഹരിയാനയിൽ അവിടെ ഏതാണ്ട് ജയം ഉറപ്പിച്ചതാണ്. കൽക്കണ്ടത്തിന് ഉപ്പുരസം, കൽപ്പട ഉപ്പായി, കൽക്കണ്ടത്തിന് കണ്ണീരുപ്പ്. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി. ലഡുവിന്റെ നിറം മാറി. അവിടെ നിറം മാറി കാവിയായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.